അഭ്യാസ പ്രകടനങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞ് ദ്രോണാചാര്യർ കൗരവ പാണ്ഡവന്മാരോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു. തന്നെ അപമാനിച്ച പാഞ്ചാല രാജനോട് ദ്രോണന് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ട് പാഞ്ചാല രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കി തൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതായിരുന്നു തൻ്റെ ശിഷ്യന്മാരോട് ദ്രോണാചാര്യർ ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ. ഗുരുവിൻ്റെ ആഗ്രഹമനുസരിച്ച് ശിഷ്യന്മാർ സൈന്യസന്നാഹങ്ങളുമായി പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഗുരുവിൻ്റെ ആഗ്രഹം തങ്ങൾ നിറവേറ്റുമെന്ന ലക്ഷ്യത്തോടെ പാഞ്ചാല രാജ്യത്ത് ആദ്യമായി എത്തിച്ചേർന്ന ദുര്യോധന, കർണ, ദുശാസനാദികൾ ദ്രുപദനുമായുള്ള യുദ്ധത്തിൽ പരാജിതരായി മടങ്ങി. പിന്നെ ദ്രുപദനുമായി യുദ്ധം ചെയ്യാൻ പാണ്ഡവന്മാർ പാഞ്ചാല രാജ്യത്തെത്തി. പാണ്ഡവ സൈന്യവും പാഞ്ചാലനുമായി വളരെ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഭീമനും അർജുനനും കൂടി പാഞ്ചാല രാജാവായ ദ്രുപദനെ ബന്ധനസ്ഥനാക്കി ഹസ്തനപുരിയിലേക്ക് കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി ദ്രോണാചാര്യർക്ക് സമർപ്പിച്ചു. അഗ്നിവേശ ഗുരുവിന്റെ ആശ്രമത്തിൽ സഹപാഠികളായിരുന്ന നാളുകളെ ഓർമ്മപ്പെടുത്തിയ ദ്രോണൻ പാഞ്ചാല രാജാവായ ദ്രുപദനോട് ചെറുപ്പത്തിലെ സൗഹൃദബന്ധം തന്നെയോ എന്ന് ചോദിച്ചു. അന്ന് പാഞ്ചാല രാജസഭയിൽ വെച്ച് തന്നെ അപമാനിച്ചതിന് തൻ്റെ ശിഷ്യന്മാരാൽ താൻ ഇന്ന് പ്രതികാരം നിർവഹിച്ചു കഴിഞ്ഞതായി ദ്രോണർ പാഞ്ചാലനെ അറിയിച്ചു. യുദ്ധത്തിൽ പരാജിതനായി ബന്ധനസ്ഥനാക്കപ്പെട്ടതിനാൽ പാഞ്ചാല രാജ്യം ഇനിമേൽ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെങ്കിലും പഴയ സൗഹൃദ ബന്ധം കണക്കിലെടുത്തുകൊണ്ട് മാത്രം പാഞ്ചാല രാജന് താൻ പകുതി തിരികെ ദാനം നൽകിയതാണെന്നും പറഞ്ഞ് ദ്രോണൻ പകുതിയോളം വരുന്ന അഹിഛത്രം സ്വന്തമാക്കുകയുണ്ടായി. ദ്രോണന്റെ വാക്കുകൾ കേട്ട പാഞ്ചാല രാജൻ ലജ്ജിച്ചു. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മഹത്വത്തിനു മുന്നിലുള്ള തലകുനിക്കലായിരുന്നു അത്. ദ്രോണൻ ദാനമായി നൽകിയ രാജ്യവുമായി ബന്ധനമുക്തനാക്കപ്പെട്ട പാഞ്ചാലൻ ഉള്ളിൽ കത്തുന്ന പകയോടെ അവിടെ നിന്നും യാത്രയായി. പാഞ്ചാലൻ പോയ ശേഷം ദ്രോണാചാര്യർ തൻ്റെ അരുമ ശിഷ്യനായ അർജുനനെ അരികിൽ വിളിച്ചു പറഞ്ഞു, ഹേ പാർത്ഥ, ഏതെങ്കിലും കാരണവശാൽ ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും യുദ്ധത്തിന് മുതിർന്നാൽ യാതൊരു മടിയും കൂടാതെ നീ എന്നോട് യുദ്ധം ചെയ്യുമെന്ന് സത്യം ചെയ്യണം. ഗുരുവിൻ്റെ ഏതാജ്ഞയും ശിരസാ വഹിക്കുന്ന പാർത്ഥൻ അങ്ങനെ സത്യം ചെയ്തു. പാണ്ഡുപുത്രനായ യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർ ഹസ്തിനപുരിയിലെ യുവരാജാവായി വാഴിച്ചു. വളരെ ചുരുങ്ങിയ നാൾ കൊണ്ട് ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ ആ സ്ഥാനത്തിന് താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ധർമ്മപുത്രനെന്നറിയപ്പെടുന്ന യുധിഷ്ഠിര രാജാവ് തൻ്റെ സഹോദരനായ അർജുനനെ ചെറിയ തോതിലൊരു ദിഗ്വിജയം നടത്തിവരാൻ സന്നാഹങ്ങളോടുകൂടി നിയോഗിച്ചു. ജ്യേഷ്ഠന്റെ അഭീഷ്ടപ്രകാരം ദിഗ്വിജയത്തിന് ഇറങ്ങിത്തിരിച്ച അർജുനൻ ഒട്ടനവധി രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ധാരാളം ധനവും കീർത്തിയും നേടി മടങ്ങി വന്നു. ഗുരുജനങ്ങളും ബന്ധുജനങ്ങളും എന്നല്ല, ഹസ്തിനപുരിയിലെ പൗരാവലിയും പാണ്ഡുപുത്രന്മാരെ മുക്തകണ്ഠം പ്രശംസിച്ചു. പാണ്ഡവന്മാരുടെ വിജയത്തിലും ജനങ്ങളുടെ പ്രശംസയിലും ധൃതരാഷ്ട്രർക്ക് സന്തോഷമല്ല, മറിച്ച് വർദ്ധിച്ച ദുഃഖമാണുണ്ടായത്. പാണ്ഡവർ 5 പേരോട് താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റുവരായ തൻ്റെ മക്കൾ ആരുമല്ല എന്ന തോന്നലാണ് ആ ദുഃഖത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിനെ വല്ലാതെ അലട്ടിയ ആ പ്രശ്നം ധൃതരാഷ്ട്രരുടെ ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി. ഭീഷ്മരും വിതുരരും കൊട്ടാരവാസികളിൽ ഏറിയ കൂറും പാണ്ഡവപക്ഷത്താണ്. അവർ പാണ്ഡവ പക്ഷപാതികളാകയാൽ തന്നെ അലട്ടുന്ന പ്രശ്നം അവതരിപ്പിക്കാനോ അതിന് പരിഹാരം കണ്ടെത്തുവാനോ ആചാര്യന്മാരോടോ ഭൂരിപക്ഷം മന്ത്രിമാരോടോ ആവശ്യപ്പെടാൻ നിവൃത്തിയുമില്ല. തൻ്റെ വിശ്വസ്തനും കുടിലബുദ്ധിയുമായ മന്ത്രി കണികനെ വിളിച്ചു വരുത്തി സൽക്കരിച്ച ശേഷം ധൃതരാഷ്ട്രർ തന്നെ അലട്ടുന്ന പ്രശ്നം അയാളെ അറിയിച്ചു. അതിനുള്ള പരിഹാരമാർഗം എന്തെന്നും അന്വേഷിച്ചു. രാജാവേ, സ്വന്തം പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും ഗുരുവാണെങ്കിലും ശത്രു തന്നെയാണ്. ശത്രുവിനെ വേരോടെ നശിപ്പിക്കുക എന്നതാണ് ഒറ്റ പോംവഴി. അതിനാൽ അങ്ങയുടെ അസ്ഥാനത്തുള്ള ഭയവും ദാക്ഷിണ്യവും മാറ്റിവെച്ച് പാണ്ഡവരെ ഉന്മൂലനാശനം ചെയ്യണം. കണികന്റെ ഉപദേശം കേട്ട ധൃതരാഷ്ട്രർ അത് ശരിവെച്ചുകൊണ്ട് പാണ്ഡവരെ നശിപ്പിക്കാനുള്ള മാർഗം ചിന്തിച്ചു തുടങ്ങി. യുധിഷ്ഠിരനെ ജനങ്ങൾ പ്രകീർത്തിക്കുന്നത് ദുര്യോധനന് സഹിച്ചില്ല. ഇക്കണക്കിന് പോയാൽ തനിക്കും തൻ്റെ സഹോദരന്മാർക്കും ഹസ്തിനപുരിയിൽ യാതൊരു അവകാശവും ഇല്ലാതെ വരും. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ദുര്യോധനൻ തൻ്റെ അമ്മാവനായ ശകുനിയെ സമീപിച്ചു. വാരണാവത ഗ്രാമത്തിലെ ഉത്സവം കാണണമെന്നുള്ള പാണ്ഡവരുടെ ആഗ്രഹം മറയാക്കി അവരെ ഹസ്തിനപുരിയിൽ നിന്നും അകറ്റി ഉന്മൂലനാശനം വരുത്തുക എന്ന പദ്ധതിക്ക് ദുര്യോധനനും ശകുനിയും ചേർന്ന് രൂപകൽപ്പന നൽകി. വാരണാവതത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ പാണ്ഡവർ ആ സ്ഥലം സന്ദർശിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച ഉടൻ ധൃതരാഷ്ട്രർ അവർക്ക് അനുമതി നൽകി. വാരണാവതത്തിൽ ചെല്ലുമ്പോൾ പാണ്ഡവരുടെ താമസത്തിന് ഒരു കൊട്ടാരം പണിയാൻ ധൃതരാഷ്ട്രരും ദുര്യോധനനും കൂടി ആലോചിച്ച് പുരോചനൻ എന്ന ശില്പിയെ ഏർപ്പാടാക്കുകയും ചെയ്തു. പിതാവിൻ്റെയും പുത്രൻ്റെയും കുടിലബുദ്ധി നിഷ്കർഷിച്ചതനുസരിച്ച് അരക്ക്, ചെഞ്ചല്യം തുടങ്ങിയ എളുപ്പം ആളിക്കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ധൃതരാഷ്ട്രരുടെ വിശ്വസ്ത ശില്പി പുരോചനൻ കൊട്ടാരത്തിന്റെ പണി ഭംഗിയായി പൂർത്തിയാക്കി. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളുടെ രഹസ്യം കണ്ടെത്താൻ കഴിയാത്ത വിധമായിരുന്നു പുരോചനന്റെ നിർമ്മാണം. ഭീഷ്മർ, വിതുരർ, മറ്റ് ആചാര്യന്മാർ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ്
മാതാവ് കുന്തിയും ഒന്നിച്ച് പാണ്ഡവർ വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ അവർക്കായി പണിത മണിമാളികയിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന വിവരം വിതുരർ ധർമ്മപുത്രർക്ക് സൂചന നൽകിയിരുന്നു. വാരണാവതത്തിൽ ചെന്ന പാണ്ഡവരെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ ശില്പിയായ പുരോചനൻ മുൻപന്തിയിലുണ്ടായിരുന്നു. കൊട്ടാരം ചുറ്റിക്കറങ്ങിയ ധർമ്മപുത്രനും ഭീമനും അത് ശരിക്കും ഒരു അരക്കില്ലം തന്നെയാണെന്ന് ബോധ്യമായെങ്കിലും അത് പ്രകടിപ്പിക്കാതെ പുരോചനന്റെ കരവിരുതിനെ പ്രശംസിച്ചു. വാരണാവതത്തിലെ അരക്കില്ലത്തിൽ നിന്നും പാണ്ഡവർക്കൊരു രക്ഷാമാർഗം പണിയാൻ തുരങ്കം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായ ഒരു ശില്പിയെ വിതുരർ രഹസ്യമായി പാണ്ഡവരുടെ അടുക്കലേക്ക് അയച്ചു. അരക്കില്ലത്തിൽ നിന്നും തൊട്ടടുത്ത വനപ്രദേശത്തേക്ക് ഏതു നിമിഷവും രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു തുരങ്കം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ ശില്പി നിർമ്മിച്ചു കൊടുത്തു. ഒരു ദിവസം ഒരു കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളും ഭക്ഷണം ആവശ്യപ്പെട്ട് അരക്കില്ലത്തിലെത്തി. അവർക്ക് ഭക്ഷണവും വേണ്ടതിലധികം വീഞ്ഞും നൽകി മയക്കിക്കിടത്തി പാണ്ഡവർ അരക്കില്ലത്തിനു തീ കൊടുക്കാൻ ശ്രമിച്ചു. അത്താഴം കഴിഞ്ഞ് പുരോചനനടക്കം ഉറക്കം പിടിച്ചുവെന്ന് ബോധ്യമായ ഭീമൻ കുന്തിയെയും 4 സഹോദരങ്ങളെയും ഗുഹാമാർഗത്തിലൂടെ വിട്ട് അരക്കില്ലത്തിന് തീ കൊടുത്തു. പുരോചനനും കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളും അരക്കില്ലത്തോടൊപ്പം കത്തിച്ചാമ്പലായി. വിതുരർ പറഞ്ഞയച്ച ശില്പി പണിത രഹസ്യമാർഗത്തിലൂടെ കുന്തിയും പാണ്ഡവരും വനപ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. വാരണാവതത്തിലെ ഉത്സവം കാണാൻ പോയ കുന്തിയും 5 മക്കളും അഗ്നിക്കിരയായെന്ന് ഹസ്തിനപുരിയിൽ കേട്ടപ്പോൾ പൗരാവലി വാവിട്ട് കരഞ്ഞു. ധൃതരാഷ്ട്രരും കൗരവരും ദുഃഖം അഭിനയിച്ചു. കത്തിക്കരിഞ്ഞ കാട്ടാള സ്ത്രീയുടെയും 5 മക്കളുടെയും മൃതശരീരങ്ങൾ കണ്ട് കുന്തിയുടെയും പാണ്ഡവരുടെയും മരണം നടന്നുവെന്ന് ഉറപ്പുവരുത്തിയ കൗരവർ ശേഷക്രിയകൾ ഭംഗിയായി നടത്തി. ഗുഹാമാർഗം അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് വനപ്രദേശത്ത് എത്തിച്ചേർന്ന പാണ്ഡവരും മാതാവും കാട്ടിൽ കുറെ നേരം അലഞ്ഞു നടന്നു. ക്ഷീണമകറ്റാൻ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന അവർക്ക് കുടിക്കാൻ വെള്ളമന്വേഷിച്ച് ഭീമൻ പുറപ്പെട്ടു. സഹോദരങ്ങളും ക്ഷീണം കൊണ്ട് മരത്തണലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അവർ ഉണരട്ടെ എന്ന് ചിന്തിച്ച് ഭീമൻ തൊട്ടടുത്തായി മാറിയിരുന്നു. പാണ്ഡവർ എത്തിച്ചേർന്ന ആ വനപ്രദേശത്ത് ഹിഡിംബൻ എന്നു പേരുള്ള ഒരു രാക്ഷസൻ പാർത്തിരുന്നു. മനുഷ്യന്റെ ഗന്ധം മണത്തെറിഞ്ഞ ഹിഡിംബൻ വൃക്ഷഛായയിൽ തളർന്നുറങ്ങുന്ന മനുഷ്യരെ കൊന്ന് അവരുടെ മാംസം കൊണ്ടുവരാൻ തന്റെ സഹോദരിയായ ഹിഡിംബിയെ പറഞ്ഞയച്ചു. വൃക്ഷഛായയിൽ ഉറങ്ങുന്ന 5 പേർക്ക് കാവലിരിക്കുന്ന സുന്ദരനും ബലിഷ്ഠനുമായ യുവാവിനെ കണ്ട് ഹിഡിംബിയുടെ മനസ്സിളകി. തന്റെ വരവിന്റെ ഉദ്ദേശം ഭീമനെ അവൾ അറിയിച്ചു. അവൾ തനിക്ക് ഭീമനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു. മനുഷ്യമാംസം കൊണ്ടുവരാൻ ചെന്ന ഹിഡിംബിയെ വളരെ നേരമായിട്ടും തിരികെ കാണഞ്ഞപ്പോൾ ഹിഡിംബൻ തന്നെ നേരിട്ട് ഇറങ്ങിത്തിരിച്ചു. തന്റെ സഹോദരങ്ങളെയും അമ്മയെയും കൊല്ലാനാണ് ഹിഡിംബന്റെ വരവെന്ന് മനസ്സിലാക്കിയ ഭീമൻ ഒരു മൽപ്പിടുത്തത്തിന് ശേഷം ആ രാക്ഷസനെ കൊന്നു. ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന സഹോദരന്മാരോടും അമ്മയോടും ഹിഡിംബി തന്റെ ആഗ്രഹം അറിയിച്ചു. യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചതിനാൽ ഭീമൻ ഹിഡിംബിയെ വിവാഹം ചെയ്തു. ഒരു പുത്രനുണ്ടാവുന്നതുവരെ മാത്രം ഹിഡിംബിക്ക് ഭീമനോടൊത്ത് കഴിയാം എന്നതായിരുന്നു വ്യവസ്ഥ. ഭീമനിൽ നിന്നും ഗർഭിണിയായ ഹിഡിംബി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് യൗവനത്തിൽ എത്തിച്ചേർന്നു. അതിശക്തനായ അവന് ഘടോൽക്കജൻ എന്ന് നാമകരണം ചെയ്തു. തന്നെ കൊണ്ട് ആവശ്യം വരുന്ന അവസരത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹിഡിംബിയോടൊപ്പം ഘടോൽക്കജൻ കുന്തിയെയും പാണ്ഡവരെയും വിട്ടുപോവുകയും ചെയ്തു. കുന്തിയും പാണ്ഡവരും വെന്തുമരിച്ചു എന്നാണല്ലോ ദുര്യോധനനും മറ്റുള്ളവരും കരുതിയിരിക്കുന്നത്. തങ്ങൾ ജീവിച്ചിരിക്കുന്നതറിഞ്ഞാൽ ദുര്യോധനൻ എങ്ങനെയും തങ്ങളെ കൊന്നുകളയുമെന്നറിയാവുന്ന പാണ്ഡവർ ബ്രാഹ്മണരുടെ വേഷത്തിൽ ഏകചക്ര എന്നൊരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ താമസിച്ചു. ഭഗൻ എന്ന അതിക്രൂരനായ ഒരു രാക്ഷസൻ ഏകചക്രയിൽ താമസിച്ചിരുന്നു. 20 പറ അരിയുടെ ചോറും 2 പോത്തും ഒരു മനുഷ്യനുമാണ് നിത്യേന അവന്റെ ആഹാരം. അത് ഗ്രാമവാസികളാണ് ഊഴപ്രകാരം ഭഗന് എത്തിച്ചു കൊടുത്തിരുന്നത്. മുടക്കം വരുത്തുന്ന വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ആ രാക്ഷസൻ കൊന്നു തിന്നുമായിരുന്നു. ഒരു ദിവസം ഭഗന് ഭക്ഷണമേകേണ്ട ഊഴം പാണ്ഡവർ താമസിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിൻ്റെതായി. ആ ബ്രാഹ്മണ ദമ്പതികൾക്ക് കൗമാരപ്രായത്തിലെത്തിയ ഒരു മകളും ബാലനായ ഒരു മകനും മാത്രമാണ് സന്തതികളായി ഉണ്ടായിരുന്നത്. കൊച്ചു ബാലനെ കുരുതി കൊടുക്കാനാവാതെ വിഷമിച്ച ആ കുടുംബം ഭഗന് ഭക്ഷണം കൊണ്ടുപോകുന്നത് താനാവാമെന്ന് അച്ഛനും അമ്മയും മകളും മാറി മാറി വാദിച്ചു. ബ്രാഹ്മണ കുടുംബത്തിന്റെ അന്നത്തെ സങ്കടവും സംസാരവുമൊക്കെ ശ്രദ്ധിച്ച കുന്തി അവരോട് വിഷാദത്തിന്റെ കാരണം തിരക്കി. അവരിൽ നിന്നും ഭഗന്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ കുന്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആരോഗ്യവാന്മാരായ 5 പുത്രന്മാർ എനിക്കുണ്ട്. അവരിൽ ഒരാളെ ഞാൻ ഇന്ന് ഭഗന് ഭക്ഷണം കൊണ്ടുപോകുന്ന ജോലി ഏൽപ്പിക്കാം. കുന്തിയുടെ വാക്കുകൾ കേട്ട ബ്രാഹ്മണ കുടുംബത്തിന് ആശ്വാസമായി. കുന്തി തന്റെ പുത്രന്മാരുടെ അടുക്കൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. മാത്രമല്ല തന്റെ ശക്തനായ പുത്രൻ ഭീമസേനോട് ആ ദൗത്യം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഭഗനെ കൊന്ന് തന്റെ പുത്രൻ ഭീമസേനൻ ആ കുടുംബത്തെയും ഒപ്പം ആ ഗ്രാമത്തെയും രക്ഷിക്കുമെന്ന ഉറപ്പ് കുന്തിക്കുണ്ടായിരുന്നു.
സാധാരണ ഗ്രാമീണർ ചെല്ലുന്ന സമയത്തിലും വൈകിയാണ് ഭീമൻ ഭഗന്റെ അടുക്കൽ ഭക്ഷണം കൊണ്ടെത്തിയത്. അത് ഭഗനെ കോപിഷ്ഠനാക്കി. ഭഗനുള്ള ഭക്ഷണം മിക്കവാറും ഭീമസേനൻ തന്നെ അകത്താക്കിയിട്ടുണ്ട്. ഭഗന്റെ മുന്നിൽ വെച്ചും ഭീമൻ ചോറുരുള ഉരുട്ടി വിഴുങ്ങി. കോപാക്രാന്തനായ ഭഗൻ ഭീമനെ കയറി പിടിച്ചു. ഇരുവരും തമ്മിൽ ഘോരയുദ്ധം നടന്നു. ഭീമന്റെ കാൽമുട്ടുകൊണ്ട് പ്രഹരമേറ്റ ഭഗന്റെ നടുവൊടിഞ്ഞു. രക്തം ഛർദ്ദിച്ച് ആ രാക്ഷസൻ ചത്തുവീണു. ഭഗന്റെ മരണവാർത്തയിലുള്ള സന്തോഷം ഏകചക്രക്കാർ ഗംഭീരമായി ആഘോഷിച്ചു. ഭീമസേനന്റെ ധീരതയെയും ഏവരും വാഴ്ത്തി. ഇനി പാഞ്ചാല രാജ്യത്തെ വിശേഷങ്ങൾ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.